വർഷം ബാംഗ്ലൂർക്ക് പോയതിന്റെ ചെറിയൊരു വീഡിയോ ആണ്. ഒരു എക്സാം ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയാട്ടോ പോയത്. ഞാൻ ആദ്യമായിട്ടാ ബാംഗ്ലൂർക്ക് പോകുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. തുള്ളി തുള്ളി പോയതാ. പക്ഷെ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ശരിക്കും മടുത്തു. കോളേജിന്റെ അടുത്തുനിന്ന് 10 മിനിറ്റ് മാത്രം അകലെയായിട്ട് ഞങ്ങൾക്കൊരു പി ജി കിട്ടി താമസിക്കാനായിട്ട്. ഇതാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന പി ജി കേട്ടോ. ഇത് പക്ഷേ ലേഡീസിന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഫാമിലി ആയിട്ട് താമസിക്കാനുള്ള പി ജികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് 500 രൂപയായിട്ട് വാടക. എന്തായാലും മുറിയും ബാക്കി സൗകര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, ഫുഡ് ഒഴിച്ച്. ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വേറെ വഴിയില്ലല്ലോ. എന്തായാലും ആദ്യമായിട്ട് ബാംഗ്ലൂർക്ക് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ എക്സാം ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങിയേ. വഴി അറിയില്ലെങ്കിലും എവിടെ പോകാനും ഒരു ടെൻഷനും വേണ്ട. കാരണം ഊബർ അല്ലേ ഉള്ളത്. ഞങ്ങള് പോകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. ലാംഗ്വേജ് അറിയില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ചെല്ലുന്നവരെ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അതെന്തായാലും മാറി കിട്ടി. കാരണം എവിടെ നോക്കിയാലും മലയാളീസ്. ഇനിയിപ്പം മലയാളീസ് ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് തമിഴെങ്കിലും അറിയാവുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമേ ഉണ്ടായില്ല. ഫുഡിനെ പറ്റി ഓർക്കുമ്പോൾ 2 ദിവസം കൊണ്ട് ബാംഗ്ലൂർ മടുത്തെങ്കിലും ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു.